രാഷ്ട്രീയ മണ്ഡലത്തിൽ പാരഡി ഗാനങ്ങൾ എന്നും മൂർച്ചയുള്ള ആയുധങ്ങളാണ്. എന്നാൽ പോറ്റിയെ കേറ്റിയെ എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി CPM-നെ പ്രകോപിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു പാട്ടിനെതിരെയുള്ള പ്രതിഷേധം എന്നതിലുപരി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദങ്ങൾ കത്തിനിന്ന സമയത്ത് പുറത്തുവന്ന ഈ ഗാനം അയ്യപ്പ ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന CPM വാദം പാർട്ടിയുടെ തന്നെ മുൻകാല നിലപാടുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളുടെ വലിയൊരു പട്ടികയാണ് പുറത്തുവരുന്നത്. ഇന്ന് ഭക്തിഗാനത്തിന്റെ പാരഡി മതവികാരത്തെ ബാധിക്കുമെന്ന് പറയുന്ന CPM മുൻകാലങ്ങളിൽ ഇതേ മാർഗം രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. UDF ഉന്നയിക്കുന്ന പ്രധാന പ്രതിരോധം K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഒരു സംഭവമാണ്. അന്ന് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ വേഗതയെ പരിഹസിക്കാൻ മന്ത്രിയെ പയ്യപ്പോ എന്ന പേരിൽ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി പുറത്തിറക്കിയത് CPM അനുകൂലികളായിരുന്നു. കൈരളി ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ഈ പാരഡിയിൽ പ്രശസ്ത കലാകാരന്മാരായ കലാഭവൻ മണിയും നാദൃശയുമാണ് വേഷമിട്ടത്. അന്ന് ഭക്തിഗാനത്തെ രാഷ്ട്രീയ പരിഹാസത്തിനായി മാറ്റിയെഴുതിയപ്പോൾ ഭക്തരുടെ വികാരം വ്രണപ്പെടുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ടായിരുന്നില്ല. സ്വന്തം ആവശ്യത്തിന് ഭക്തിഗാനങ്ങളെ പാരഡിയാക്കുകയും മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ മതവികാരം ഉയർത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. CPM ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ വൈരുദ്ധ്യാധിഷ്ഠിതം ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ വിശ്വാസ പ്രമാണം നടപ്പിലാക്കാൻ പാർട്ടി സ്വീകരിച്ച കർക്കശമായ നടപടികൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട്. 2006 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MM മോനായി, ഐഷ പോറ്റി എന്നീ സഖാക്കൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പാർട്ടിക്കുള്ളിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇവരെ പരസ്യമായി ശാസിക്കുകയുണ്ടായി. 2006 നവംബറിൽ AKG സെന്ററിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. പാർട്ടി അംഗങ്ങൾ തങ്ങളുടെ രഹസ്യമാക്കി വച്ചിരുന്ന ദൈവവിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ചത് പാർട്ടിക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. ഇതിന്റെ ഫലമായി MM മോനായിയെ പോലുള്ള നേതാക്കൾ രാഷ്ട്രീയമായി ഒതുക്കപ്പെട്ടു. പാർട്ടി രേഖകളിൽ ഇവരെ പ്രത്യേകം നോട്ട് ചെയ്യുകയും അണികൾക്കിടയിൽ ഇവർ ഒറ്റപ്പെടുകയും ചെയ്തു. 2013 പാലക്കാട് നടന്ന CPM പ്ലീനത്തിലെടുത്ത തീരുമാനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരുന്നു. വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നത് ഭൗതികവാദത്തിന് എതിരാണെന്ന നിലപാടിൽ പാർട്ടി ഉറച്ചു നിന്നു. ഇതിന്റെ പേരിൽ താഴെത്തട്ടിലുള്ള പല പാർട്ടി അംഗങ്ങൾക്കെതിരെയും നടപടികളുമുണ്ടായി. സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശത്തിന് ഗണപതി ഹോമം നടത്തിയതിന്റെ പേരിൽ പോലും അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചു. വിശ്വാസത്തെ പാർട്ടിക്കുള്ളിൽ പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിച്ച നേതൃത്വം ഇന്ന് രാഷ്ട്രീയ നേട്ടത്തിനായി ഭക്തരുടെ വികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അണികൾക്കിടയിൽ പോലും അവിശ്വാസം ജനിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തുവന്ന പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം ഭരണവിരുദ്ധ വികാരം വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണങ്ങളും കോർത്തിണക്കിയ ഈ പാരഡി ഗാനം വോട്ടർമാരുടെ ഉള്ളിൽ പതിയുകയും അത് ഭരണപക്ഷത്തിന് തിരിച്ചടിയാവുകയും ചെയ്തു. ഈ ആഘാതത്തിൽ നിന്നാണ് പാട്ടിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ CPM-നെ പ്രേരിപ്പിച്ചത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പേരിൽ DGP-ക്ക് പരാതി നൽകിയെങ്കിലും സമിതിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ വിയോജിപ്പുണ്ട്. പാട്ടുകൊണ്ട് ഭക്തരുടെ വികാരം വ്രണപ്പെട്ടുവെന്ന വാദം ഭൂരിഭാഗം വിശ്വാസികളും അംഗീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. മറിച്ച് അഴിമതിയെ തുറന്നുകാട്ടാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ജനം ഇതിനെ കണ്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ CPM നേതാക്കൾ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ പാരഡി വിവാദം കൊഴുപ്പിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറും N. വാസുവും റിമാൻഡിലായ സംഭവം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കുറ്റപത്രം വന്നതിനു ശേഷം നടപടി ആലോചിക്കാമെന്ന MP ഗോവിന്ദന്റെ നിലപാട് സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്നതിനായുള്ളതാണെന്ന ആക്ഷേപം ശക്തവുമാണ്. വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം MLA-മാരെ ഒതുക്കിയ പാർട്ടി അഴിമതി ആരോപണം നേരിടുന്ന നേതാക്കളെ സംരക്ഷിക്കുന്നതിലെ ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. അഴിമതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാരഡി ഗാനത്തിന്റെ പേരിൽ ഭക്തരുടെ വികാരത്തെ CPM മറയാക്കുന്നത്. CPM-ന്റെ വിശ്വാസത്തോടുള്ള നിലപാടുകൾ എന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു. അധികാരത്തിലിരിക്കുമ്പോൾ വിശ്വാസികളെ അടിച്ചമർത്തുകയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിശ്വാസ സംരക്ഷകരായി വേഷമിടുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെയും പ്രകടമാകുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിനെതിരെയുള്ള നീക്കം ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. എന്നാൽ പാർട്ടിയുടെ തന്നെ ചരിത്രവും പഴയകാല പാരഡികളും പരിശോധിക്കുമ്പോൾ ഈ വാദങ്ങൾ ജനം വിലപ്പോകില്ലെന്ന് ഉറപ്പാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും മറച്ചുവെക്കാൻ ഭക്തിയെ ആയുധമാക്കുന്നത് രാഷ്ട്രീയമായി പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയുള്ളൂ.